ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ തന്ത്രിയെ തൊടുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ വാസ്തവം പറഞ്ഞാൽ ഇത് തന്ത്രിയെ തൊടുമ്പോൾ പൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പൊള്ളാൻ പാടില്ല. കാരണം നമ്മുടെ ഇപ്പോൾ അന്വേഷണ സംവിധാനം അങ്ങനെ ആയതിന്റെ പേരിൽ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഇവരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനത്തിന് കോട്ടം വരുന്നു എന്നുള്ള കാര്യത്തിൽ ഭക്തർക്ക് വിഷമമുണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാണ്ട് വേറെ നിയമപരമായിട്ട് നമുക്ക് അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാൻ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വളരെയധികം പൈസ ഈ അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാണ് അവർ ഇത്ര മ്ലേച്ഛമായ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് എനിക്ക് എത്രമാത്രം ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം അല്ലാണ്ട് തന്നെ വളരെയധികം പൈസ അവർക്ക് ഭക്തരെ കൊണ്ട് കൊടുക്കണുണ്ട്, അല്ലാണ്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കൂട്ടം, ഒരു വ്യക്തി ചെയ്തു എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിൽ ഒരു തെറ്റ് ചെയ്തു, ഇത് അടിതൊട്ട് മുടി വരെ കളങ്കമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അത് വളരെയധികം ആഴത്തിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്. അതിപ്പോ ആ രീതിയിൽ പോകണുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. പിന്നെ ഇതിലൊരു കാര്യം എനിക്ക് നമ്മളുടെ മനസ്സിൽ ഇവരെ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്നവർ എവിടെയൊക്കെ ആയിരുന്നാലും നമ്മളുടെ മനസ്സിൽ അവർക്ക് ഒരു ഉയർന്ന സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് വിപരീതമായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നും. ഈ ബൈബിളിൽ ഒരു വചനമുണ്ട്, മാലാഖന്മാർ ചെന്ന് കയറാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ചെലുത്താന്മാർ നിഷ്പ്രയാസം കയറിയിരിക്കുന്നു എന്ന് ചൊല്ലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഇത്രയും ജനങ്ങള് ആദരിക്കുകയും ബഹുമാനിക്കുന്ന സ്ഥാനത്തിരുന്ന് ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ തന്നെ മുമ്പ് ഒരു 10-15 വർഷം മുമ്പൊക്കെ ശബരിമലയിൽ പോയി, എല്ലാ വർഷം പോണ ആളാണ്. പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ തന്ത്രിയെ കണ്ടൊക്കെ ഒന്ന് വണങ്ങുക, അവർക്കൊരു ചെറിയ ദക്ഷിണ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമായിരുന്നു. 15 വർഷം മുമ്പ് ഞാൻ ചെന്നിങ്ങനെ ദക്ഷിണ കൊടുത്തപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അതിനുശേഷം ഞാൻ തന്ത്രിമാരെ കാണാൻ പോകാറില്ല. അമ്പലത്തിൽ പോവും, തൊഴും, വിശ്വാസമാണ്, നമുക്ക് വളരെയധികം വിശ്വാസമുണ്ട്, നമ്മൾ അതിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ തന്ത്രിമാരിൽ അതിന് കവിഞ്ഞ ഒരു ബഹുമാനം ഒരു പരിധി വിട്ട്, കാരണം അവരുടെ അത്ര നിലവാരം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ ലോക്കൽ അമ്പലങ്ങളിലുള്ള ചില ആളുകൾ വ്യക്തികൾ ഇപ്പോൾ ചിന്തിക്കുന്നതിനപ്പുറം മോശമായ കാര്യങ്ങൾ അവർ ചിന്തിക്കേണ്ടത് അവരുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ തലത്തിൽ നമുക്കൊരു വിഷമം ഈ വാസ്തവം പറഞ്ഞാൽ ഇല്ല. പ്രസിഡന്റ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തുകയും തന്ത്രി അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും, ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണമെങ്കിലും അത് എന്തോ അവർക്ക് വല്ലാതെ പൊള്ളുന്നത് പോലെയാണ്. മറ്റ് നേതാക്കൾക്കെതിരെ ഒന്നും ഉണ്ടാവാത്തൊരു പൊള്ളൽ തന്ത്രിയെ തൊടുമ്പോൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ നമ്മുടെ മണിമല വന്ന് പറഞ്ഞപ്പോ കിരണമെന്ന് പേടിച്ച പോലെ തോന്നി. മാധ്യമങ്ങളെ പറഞ്ഞ അയ്യോ ഞങ്ങളില്ലേന്ന് പറഞ്ഞു. ഞങ്ങളില്ലേ എന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ശ്രീ ശശിധരൻ, ഞങ്ങളുടെ ചാനൽ അത് അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്. ഈ തന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള വിഷയത്തിൽ ആദ്യം ചർച്ച ചെയ്തത് ഈ പൊതുവേദി തന്നെയാണ്. പൊതുവേദി 1.25 മാസം മുമ്പ് നവംബർ 26-നും നവംബർ 30-നും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ആ സമയത്ത് അങ്ങനെ ഒരു ചർച്ച പൊതുമാധ്യമങ്ങളുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് വന്നിരുന്നില്ല. ആ സമയത്താണ് നമ്മൾ ആ വിഷയം പൊതുവേദി ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളാരും ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ശബരിമല എന്ന് പറയുന്ന ഒരു കാനന പിന്നെ നടുവിലുള്ള ഒരു ക്ഷേത്രം, അതായത് പണ്ട് അവിടെ എത്തിപ്പെടാൻ പെട്ട പാട് എന്തെല്ലാമായിരുന്നു എന്നുള്ളത് വനുവിന് എന്നെക്കാൾ കിരൺ എന്നെക്കാൾ പ്രായക്കുറവാണ്. എങ്കിലും ചരിത്രരേഖകൾ പരിശോധിച്ചറിയാം. അവിടെ ഈ നിലയിൽ എത്തിയതിന്റെ മുഖ്യ പങ്കാർക്കാണെന്ന് കിരണിന് അറിയാമോ? നിങ്ങളുടെ ഒരു ആലപ്പുഴക്കാരനാണ്. നിങ്ങളുടെ ഒരു ആലപ്പുഴക്കാരനാണ് ഈ നിലയിലേക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ വികസനം ഉണ്ടാകുന്നതിന്റെ മുഖ്യ പങ്കുള്ളത്. അത് മാത്രമല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സമ്പത്ത്, ഈ അവിടെ ഉള്ള ഈ ഒരു വികസനവും ഇപ്പം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ മാതൃക വരെ എത്തി നിൽക്കുന്നത് ആരുടെ പ്രയത്നം കൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത്. അത് ആലപ്പുഴക്കാരനല്ല, അത് പിന്നെ എവിടുത്തുകാരനാണ്. അതിവിടെ കോടാനുകോടി ജനങ്ങളുടെ പൈസയാണ്. അതാ ഈ ശബരിമല ക്ഷേത്രത്തിന് ഈ വികസനം ഉണ്ടാകുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച ശബരിമല ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരെ ഇതര സംസ്ഥാനങ്ങളിലടക്കം എത്തിച്ച് ക്ഷേത്രത്തെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാൾ ആലപ്പുഴക്കാരനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് PKC എന്നാണ്. PK ചന്ദ്രാനന്ദൻ എന്നാണ്. PK ചന്ദ്രാനന്ദൻ ആലപ്പുഴയിലെ തലമുതിർന്ന നേതാവല്ലേ? വയലാറിലുള്ള താങ്കൾക്ക് എന്തായാലും PKC അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലെന്നേ. അവര് വന്നാൽ മാത്രമേ ഉള്ളൂ. ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? അവര് കൊണ്ടുവന്ന് പ്രയത്നിച്ച് അവര് കൊണ്ടുവന്നിട്ടുന്ന പൈസ, അവർ ചെലവാക്കുന്ന പൈസ, ഒരു ട്രാൻസ്പോർട്ടിങ്ങിലാണെങ്കിലും ശരി, എത്രയോ ഇരട്ടി കാശ് അവരെ പിഴിഞ്ഞു മേടിച്ചിട്ട്, അതുപോലെ തന്നെ ഈ വ്യാപാര മേഖലയിൽ നിന്നും വെച്ച് അവരെ കൊള്ളയടിച്ചിട്ട് അവരങ്ങനെ ചെലവാക്കുന്ന കാശ് കൊണ്ടാണ് അവിടെ അഭിവൃദ്ധിയും വികസനവും ഉണ്ടായത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാതെ പറഞ്ഞില്ലല്ലോ.
അപ്പൊ ഞാൻ ആ അർത്ഥത്തിലാ പറഞ്ഞത്, അല്ലാണ്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അല്ല, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം ശബരിമലയിൽ ഈ കണ്ട വികസനത്തിലേക്ക് എത്തിച്ചത് അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞത് ശബരിമല വികസനത്തിലേക്ക് എത്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, പ്രത്യേകിച്ച് താങ്കൾ വയലാറുകാരനായതുകൊണ്ടാണ് കൃത്യമായി ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞത്. അത് പി കെ ചന്ദ്രാനന്ദനാണ്. പി കെ ചന്ദ്രാനന്ദൻ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ദീർഘകാലം ഉണ്ടായിരുന്ന നേതാവാണ്. അദ്ദേഹത്തെ താങ്കൾ പറയുന്ന ആളായിരിക്കും. അതെ, ശരിയാണ്. പക്ഷെ അതല്ല, അതിന്റെ കോടാനുകൂടി ജനത്തിന്റെ അത് പ്രയത്നം. ശരി, ആ അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. ജനങ്ങൾ പൈസ ഇട്ടില്ലെങ്കിൽ പിന്നെ വരുമാനം ഉള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശസ്തിയൊക്കെ ഉണ്ടാവുന്നത്. അവർക്ക് നൊമ്പരം തട്ടിയിട്ടുണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ നൊമ്പരം ഉണ്ടാകുന്നത്. നാളെ ഈ അമ്പലത്തിന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പ്രശസ്തിയെ, ആ അമ്പലത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ തന്ത്രിയൊക്കെ ഇതിലൊക്കെ പോയി പെടുക എന്ന് പറഞ്ഞാൽ ആ തന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അവർ ആലോചിക്കണ്ടേ? അവർ തന്നെ പറയുന്നത് ദൈവത്തിന്റെ പിതൃസ്ഥാനത്തുള്ളവരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരൊരു മര്യാദ പാലിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, അവിടെ വരുന്ന വരുമാനവും പോരാതെ വരുന്ന നികുതി പണവും കൂടെ എടുത്തിട്ടാണ് ഇവിടെ നമുക്ക് അവിടുത്തെ ഉള്ള സൗകര്യങ്ങളും പൈസയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ബോർഡും ഒരു വകുപ്പും ഒരു മന്ത്രി. ആര് പറഞ്ഞിട്ടില്ല നെറ്റിയിൽ എന്ന് പറഞ്ഞാൽ കിരണ എല്ലാവരും ഒന്നും വിശ്വസിക്കണമെന്നില്ല. ആരും പറഞ്ഞിട്ടില്ലെന്നല്ലല്ലോ ശ്രീ ശശിധരൻ. ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് ഞങ്ങൾ ഈ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. അത്രയും പേര് അകത്തല്ലേ? അതിൽ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളടക്കമില്ലേ? അതിന്റെ ഫൈനൽ വരാതെ ഒരു തന്ത്രി മാത്രം വിചാരിച്ചു. തന്ത്രി മാത്രമെന്ന് ആര് പറഞ്ഞു? തന്ത്രി മാത്രമെന്ന് ഞാൻ പറഞ്ഞോ? അത് വിശ്വസിക്കില്ലെന്നേ പറഞ്ഞോളൂ. അല്ല, താങ്കൾ തന്ത്രി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? തന്ത്രി ഉണ്ടെന്ന് ഞാനിപ്പോ ഉണ്ടെന്ന് ഇല്ലെന്ന് വിശ്വസിക്കുന്നില്ല. കാര്യം പറഞ്ഞാൽ അത് അന്വേഷണത്തിരിക്കുന്ന കാര്യമാണ്. ശരി, ഓക്കെ. എന്തായാലും അന്വേഷിച്ചിരിക്കുന്ന കാര്യം അന്വേഷണത്തിൽ വരട്ടെ. അല്ല, അന്വേഷിച്ച് വരണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏകാധിപത്യമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നു പലരും. അതുകൊണ്ടാ പറഞ്ഞത് അദ്ദേഹം മാത്രമാണെന്നുള്ള രീതിയിലും ഇവിടെ പറയുന്ന ആളുകൾ. ശ്രീ ശശിധരൻ, ഞാൻ എവിടെയെങ്കിലും തന്ത്രി മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞോ? താങ്കളല്ല, ഇവിടെ ഇതിനകത്ത് വന്ന് പറയുന്ന മണിമലയെ പോലുള്ള ആളുകൾ. അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളയാൾ തന്ത്രി തന്നെയാണ്. മറ്റെല്ലാവരും വന്നു പോകുന്ന ആളുകളാണ്. ഇവർ പരമ്പരാഗതമായി ആ ക്ഷേത്രത്തിലുള്ള അവകാശം സ്ഥാപിച്ച് നിന്ന് അച്ഛനപ്പൂപ്പന്മാരായി നിന്ന് അവരുടെ അവകാശം മക്കൾക്ക് കൊടുത്ത് അങ്ങനെ അവിടുത്തെ ഒരു സംവരണം അനുഭവിക്കുന്ന ആളുകളാണ്. എന്റെ കിരണ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മനസ്സിലാക്ക്. ഈ അവിടെ നടക്കുന്ന ഒന്നും ആരും അറിഞ്ഞില്ല. ഈ വർഷങ്ങളായി കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന് ഗതികേട് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ് ശ്രീ ശശിധരൻ നമ്മളും പറഞ്ഞത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും മെമ്പർമാരും ഒക്കെ അല്ലേ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. അതിനകത്ത് ആർക്കൊക്കെ ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണം കഴിയുമ്പോൾ വ്യക്തമാവും. ഇതൊന്നും അറിഞ്ഞതില്ലേ എന്റെ പൊന്ന അയ്യപ്പോ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ്. അല്ല, എല്ലാവർക്കും ബന്ധമുണ്ടെന്നേ പറഞ്ഞോളൂ. അത് അംഗീകരിക്കണുണ്ടോ? ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, ശബരിമലയെ സംബന്ധിച്ച് തന്ത്രിസ്ഥാനം പോലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം വിശ്വാസികളെങ്കിലും ദൈവതുല്യം കാണുന്ന മനുഷ്യർ, അവർ പാലിക്കേണ്ട മിനിമം മര്യാദകൾ, അത്തരം കാര്യങ്ങളിലൊക്കെ വീഴ്ചയുണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ, അതല്ല ഈ അന്വേഷണം വരട്ടെ, തന്ത്രിക്ക് പ്രതിയാണെങ്കിൽ അല്ലെങ്കിൽ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അതടക്കം പുറത്തു വരട്ടെ, അതല്ല രാഷ്ട്രീയക്കാരാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രതികൾ, തന്ത്രിമാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പരിപൂർണൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ചിലർ ഉന്നയിച്ചു. ഞാൻ അവിടെയും നിലപാട് വ്യക്തമാക്കി. മന്ത്രതന്ത്രങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാനോ അല്ലെങ്കിൽ അതിൽ വിധി കൽപ്പിക്കാനോ അറിവുള്ള ഒരാളല്ല ഞാൻ. അതിൽ ജസ്റ്റിസ് പരിപൂർണൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ പറയുന്നതിന് തൽക്കാലം അതാണ് ആധികാരിക രേഖ, അത് വിശ്വസിക്കുക മാത്രമേ തൽക്കാലം തരമുള്ളൂ. അല്ലെങ്കിൽ ആ രേഖ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്തായാലും ഉണ്ടാവണം. എന്തായാലും സമ്പന്നമായ ചർച്ചയാണ് ഈ വിഷയത്തിലുണ്ടായത്. ഈ വിഷയം തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യാൻ പൊതുവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലും ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ മുൻകൂട്ടി ചർച്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനവും നമുക്ക് ഈ പൊതുവേദിക്കുണ്ട്. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.